ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. നമ്മുടെ ഈ ശരീരം എത്രയോ ക്ഷണികമാണ്. പിടിവിട്ട പളുങ്കുപാത്രം പോലെ ഏത് നിമിഷവും തകർന്നു പോകാവുന്നതാണ്. അത്രയും ക്ഷണികമായ ഈ ശരീരത്തിൻ്റെ മഹത്വം എന്താണെന്നോർത്താൽ ഇതിലിരുന്നു കൊണ്ട് നമ്മുടെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. നാം ഓരോരുത്തരും പരമാത്മാവാണ് എന്നും അത് ആനന്ദസ്വരൂപമാണ് എന്നും അതിൽ നിന്നാണ് നാം എല്ലാവരും വന്നതെന്നും അതുകൊണ്ടാണ് നാം എല്ലാവരും ആനന്ദത്തെ ആഗ്രഹിക്കുന്നത് എന്നും നമുക്ക് തോന്നാൻ കാരണമായത്. അതിനാൽ അതിലേക്ക് തന്നെ നാം വീണ്ടും തിരിച്ചെത്തുമ്പോൾ മാത്രമേ നമുക്ക് പരമാർത്ഥമായ സൗഖ്യം ഉണ്ടാവുകയുള്ളൂ. അതുവരെ നാം അലഞ്ഞുകൊണ്ടേയിരിക്കും. അവിടെ ചേരുന്നത് വരെ. അവിടെ എത്തിയാൽ പിന്നെ നമുക്ക് അലച്ചിലില്ല, പരിപൂർണത അനുഭവമായിരിക്കും. അതിനാൽ ദേഹത്തിൻ്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് പറയുന്നതെന്ന് നോക്കൂ. ജലത്തിലെ പോളകളെന്ന പോലെ ചലം മനുഷ്യർക്കു ശരീരബന്ധം, കുലം ബലം പുത്രകളത്രജാലം, ഫലം വരാ മൃത്യുവരും ദശായാം. നമ്മുടെ ജീവിതത്തിൻ്റെ ക്ഷണികാവസ്ഥയെ ഈ 4 വരികളിൽ കൂടി വരച്ച് കാണിച്ചു തരികയാണ്. ജലത്തിലെ പോളകളെന്ന പോലെ, വെള്ളത്തിലുണ്ടായ ഒരു കുമിള എപ്രകാരമാണോ അപ്രകാരമേ നമ്മുടെ ഈ ശരീരത്തിനുമുള്ളൂ. ജലത്തിലെ പോളകളെന്ന പോലെ ചലം മനുഷ്യർക്ക് ശരീരബന്ധം. ഈ നികൃഷ്ടമാണ് വാസ്തവത്തിൽ, അല്ലെങ്കിൽ ചലനാത്മകമാണ് ഈ ശരീരം. ഇത് അസ്ഥിരമാണ് എന്ന് നാം മനസ്സിലാക്കണം. കുലം ബലം, നമ്മുടെ വംശമഹിമ, നമ്മുടെ വീര്യം, നമ്മുടെ ബലം, നമ്മുടെ ശക്തി, ഇതെല്ലാം അതുപോലെ അതും. പുത്രകളത്രജാലം, കേമന്മാരായിട്ടുള്ള മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, സമ്പത്തുണ്ട്, അതിമനോഹരമായ വീടുണ്ട്. ഇതൊന്നും ഫലം വരാ മൃത്യുവരും ദശായാം. ഇതൊന്നും നമുക്ക് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല മൃത്യു വരുമ്പോൾ നമുക്ക് ആശ്വാസം ലഭിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ നാം സച്ചിന്തകളെ കൊണ്ട് നിറച്ച് ചിന്തയ്ക്കതീതമായിരിക്കുന്ന സർവേശ്വരനിലേക്ക് എത്തിയാൽ നമുക്ക് നിർഭയത വരും, മരണഭയം ഉണ്ടാവുകയില്ല. നാം ആരാണെന്ന സത്യം ബോധിക്കും. അപ്പോൾ മരണം നമുക്കല്ല, ദേഹത്തിനാണെന്ന സത്യം നമുക്ക് മനസ്സിലാവും. ദേഹം നമ്മൾ എടുത്തണിഞ്ഞതാണ്. ഇത് സമയമാകുമ്പോൾ നമ്മൾ അഴിച്ചെറിയുക തന്നെ ചെയ്യും. ഇത് പിടിച്ചു വാങ്ങാൻ ഇടവരണ്ട. ഇത് നമ്മൾ അഴിച്ചെറിയണം. എടുത്തണിഞ്ഞാൽ മാത്രമേ അഴിച്ചെറിയാൻ സാധിക്കുകയുള്ളൂ. ശരീരം എടുത്തണിഞ്ഞതാണ് എന്ന് നാം ബോധിക്കണം. നമുക്ക് നാം അനുഭവിക്കേണ്ട കർമ്മവാസനയ്ക്കനുസരിച്ച് ഈശ്വരൻ തന്നതാണ്. അത് നമ്മൾ തന്നെ എടുത്ത് അണിഞ്ഞതാണ്. അത് നമ്മൾ തന്നെയാണ് ഉപേക്ഷിക്കുന്നത്. ആ കർമ്മവാസന കഴിയുമ്പോൾ അത് നാം ഉപേക്ഷിക്കുന്നു എന്ന പരമസത്യം നമ്മൾ ബോധിക്കണം. അപ്പോൾ ഒരു ഉടുപ്പ് ഞാൻ എടുത്തു ധരിച്ചു. ആവശ്യം കഴിഞ്ഞപ്പോൾ ഉടുപ്പ് നമ്മൾ അഴിച്ച് മാറ്റുകയും ചെയ്യുന്നു. ഒരു പോലീസുകാരൻ ജോലിക്കിറങ്ങുന്ന നേരത്ത് അയാളുടെ കാക്കിയും തൊപ്പിയും ലാത്തിയും എല്ലാം എടുത്തു പോകുന്നു. ആ വേഷമുണ്ടെങ്കിലേ അയാൾക്ക് വിലയുള്ളൂ. ആ ആവശ്യം കഴിഞ്ഞാൽ അപ്പോൾ
ആ ഡ്രസ്സ് അഴിച്ചു മാറ്റുന്നു. താൻ ചെയ്യുന്ന ജോലിക്ക് അനുസരിച്ച് താൻ ഒരു ജോലിയിട്ട ഒരു വേഷം ധരിച്ചാൽ ആ വേഷത്തിന് വിലയുണ്ട്. ആ സ്ഥാനത്ത് ആ വേഷം ധരിച്ചാൽ അത് അപകർഷതാബോധത്തിന് കാരണമാകും. സ്ഥാനത്തത് ധരിച്ചില്ലെങ്കിലോ, ധരിക്കേണ്ട സമയത്ത് ധരിച്ചില്ലെങ്കിൽ നമുക്കൊരു വിലയും ഉണ്ടാവുകയില്ല. ഒരിക്കലും ഒരു മനുഷ്യൻ ഒരു മരത്തിൽ കയറുന്നു. അപ്പോൾ പോലീസുകാരൻ യൂണിഫോം അണിഞ്ഞ് തൻ്റെ വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുമ്പോഴാണ് ഈ മനുഷ്യൻ മരത്തിൽ കയറുന്നത് കണ്ടത്. മരത്തിൽ കയറുന്നത് കണ്ടപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, എടോ അതിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറങ്ങ്. അയാളിറങ്ങിയില്ല. ഓ നീ ആരാപ്പത് ചോദിക്കാൻ എന്ന് അദ്ദേഹം മറുമറുത്ത് പറഞ്ഞു. അത് കേട്ടപ്പോൾ പോലീസുകാരൻ നേരെ തൻ്റെ വീട്ടിൽ ചെന്ന് തൻ്റെ യൂണിഫോം, തൻ്റെ കുപ്പായവും ബൂട്ടും ധരിച്ച് ഒരു ലാത്തിയും തൊപ്പിയും എടുത്ത് വന്നു. ഈ വേഷം കണ്ടപ്പോൾ ആ മനുഷ്യൻ മരത്തിൽ നിന്നും കണ്ട് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് താഴെയെത്തി. എങ്ങനെയാണ് ആ മരത്തിൻ്റെ മുകളിൽ നിന്നും താഴെ എത്തിയതെന്ന് ആർക്കും അറിയില്ല. അയാളോട് പറയേണ്ടി വന്നില്ല, വേഷം കണ്ടതേ ഉള്ളൂ. ഒരൊറ്റ ഇറക്കാണ് ആ മരത്തിൻ്റെ മുകളിൽ നിന്നും താഴോട്ട്. വേഷം കണ്ടപ്പോൾ, വേഷത്തിന് എത്ര മഹത്വമുണ്ടെന്ന് നോക്കൂ. വേഷം അഴിച്ചപ്പോൾ അയാൾ പോലീസുകാരൻ തന്നെ അയാൾ പറഞ്ഞിട്ടും അനുസരിച്ചില്ല. വേഷം ധരിച്ചു വന്നപ്പോൾ അയാൾ പറയേണ്ടി വന്നില്ല, അനുസരിച്ചു. ഇതാണ് വേഷത്തിൻ്റെ മഹിമ. വേഷത്തിനോടൊപ്പം നമ്മളും അതായിത്തീരണം. അതാണ് ജലത്തിലെ പോളകളെന്ന പോലെ ചലം മനുഷ്യർക്കു ശരീരബന്ധം, കുലംബലം പുത്രകളത്ര ജാലം, ഫലം വരാ മൃത്യു വരും ദശായാം. ഹരേ